CPM ഏരിയ സെക്രട്ടറി VA സക്കീർ ഹുസൈൻ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ സംഭവം നടന്നത് 1.5 വർഷം മുൻപായതിനാൽ ഇത് നടന്നിരിക്കാനുള്ള സാധ്യതയാണ് പോലീസ് ആദ്യം പരിശോധിച്ചത്. പരാതിക്കാരനെ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് നടത്തിയ പരിശോധനയിൽ നിന്ന് പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ് കണ്ടെത്തി. ഇതുകൂടാതെ തർക്കത്തിൽ ഇടപെട്ട കാര്യം സക്കീർ ഹുസൈനും സമ്മതിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയും മറ്റ് തെളിവുകളും നിരത്തി സക്കീറിന്റെ മുൻകൂർ ജാമ്യത്തെ ശക്തമായി എതിർക്കാൻ പോലീസ് തീരുമാനിച്ചത്. കേസിന്റെ ഗൗരവ സ്വഭാവം കൂടി കണക്കിലെടുത്ത് പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകരുതെന്നും കോടതിയിൽ ആവശ്യപ്പെടും. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ഈ കേസിൽ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സക്കീർ ഹുസൈന്റെ വാദം. കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി സമർപ്പിച്ചെങ്കിലും അറസ്റ്റ് കോടതി തടഞ്ഞിട്ടില്ലാത്തതിനാൽ ഒളിവിലുള്ള സക്കീറിനെ പ്രത്യേക പോലീസ് സംഘം തിരയുന്നുണ്ട്. കേസിലെ മറ്റ് 2 പ്രതികളായ ഡിവൈഎഫ്ഐ നേതാവ് കറുകപ്പള്ളി സിദ്ദിഖിനെയും കൂട്ടാളി ഫൈസലിനെയും നാളെ പോലീസ് ജയിലിലെത്തി അറസ്റ്റ് ചെയ്യും. മുഖ്യമന്ത്രിയുടെ പേരിൽ യുവതിയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ ഇരുവരും റിമാൻഡിലാണുള്ളത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.